പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നേരം വൈകി കേട്ടോ എണീച്ചത്. അപ്പോൾ ആർക്കും എവിടേക്കും പോകാനൊന്നുമില്ല. അമ്മയ്ക്കൊരു കല്യാണം ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ വേറെ ആരും പോകണില്ല. അമ്മ മഴയായതുകൊണ്ട് അമ്മ മാത്രം പോകുമായിരിക്കും, അറിയില്ല. അമ്മയും കണ്ണനിട്ടും പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചായ കുടിക്കണം. പിന്നെ അതിൻ്റെ പുറമെ നല്ല പെരും മഴയാണ് രാവിലെ എന്നല്ല, രാത്രിയൊക്കെ നല്ല പെരും മഴയായിരുന്നു. മുറ്റം ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഓർമ്മ മഴ നിൽക്കുന്നില്ല. ഒരു കുറച്ച് നേരം നിന്നാൽ തന്നെ 5 മിനിറ്റ് നിന്നാൽ തന്നെ പിന്നെ ഫുൾ നല്ല ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും പുറം പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഇനി കുളിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും നമ്മൾ മഴക്കാലത്ത് അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഓരോരുത്തർ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയറും. പിന്നെ അകത്തത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അത് പിന്നെ മഴ ഇല്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ, ചൂടായിട്ട് അകത്തിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്താ പറയുക, ഓരോ സ്ഥലത്ത് ഇപ്പോഴും എന്താ പറയുക, മരം കടപുഴകി വീണിട്ട് അപകടം, വീടിൻ്റെ മുകളിൽ വീണിട്ട്, അങ്ങനെ പറഞ്ഞാൽ ഓരോ അപകടങ്ങൾ ഇപ്പോൾ ന്യൂസിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ നമുക്കിവിടെ മലയത്തൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ അമ്മൂമ്മയൊക്കെ അവിടെ ആയതുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുമായിരിക്കും കേട്ടോ. കാരണം ആൾക്കാർ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായാലും പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പണി ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകണത് കേട്ടോ. അത് വേറൊരു കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരിവിടെ തന്നെ നിന്നേനെ, കാരണം പണി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പണി നിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരും കേട്ടോ. നമ്മളപ്പോൾ അവരൊക്കെ നേരത്തെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം. നമുക്കിന്ന് വയനാട്ടിൽ റെഡ് അലേർട്ടാണ്. അപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു 16 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ കാലവർഷം നേരത്തെ എത്തുന്നതെന്നും പിന്നെ എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ മഴ ലഭിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടിയാണ് കേട്ടോ. കാരണം എന്തോ വലുത് വരാനിരിക്കുന്നു എന്നുള്ള ആ ഒരു ടെൻഷനാണ്. എല്ലാവരും പരമാവധി സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ചായ കുടിക്കാൻ നോക്കാം കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഭയങ്കര രാത്രി തുടങ്ങിയ മഴയാണ്, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ നന്നായി ചൂടിൽ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വേഗം നെയ്റോസ്റ്റ് കഴിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. കാരണം ചൂടായി കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മമ്മേനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് വെള്ളമൊക്കെ കയറി തുടങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ കറണ്ടില്ല. ഇന്നലെ രാത്രി തൊട്ട് കറണ്ട് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ഫോണിൽ ചാർജ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഫോണൊക്കെ വെച്ച് ചാർജിന് കളയണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഫോണൊക്കെ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം ചായ കുടിക്കാൻ നിന്നു. നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഹോർലിക്സും ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ കൂട്ടി കഴിച്ചു. കാരണം ഇനി ബാക്കി പണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേഗം ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അടിച്ചു വരാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ബർത്ത് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന്. അപ്പം അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയ്ക്കൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പം ഞാനും അച്ഛനും പോകുന്നില്ല എന്ന് വെച്ചു. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പം നെയ്ച്ചോറും ചിക്കനുമാണ് ഇന്ന് ഉച്ചത്തേക്കുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ സെറ്റായിട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ വേഗം കുളിച്ചൊരുങ്ങിയിട്ട് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേ നിങ്ങൾക്കും അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം അമ്മ കുളിച്ചൊരുങ്ങിയിട്ട് വേഗത പോകാൻ നോക്കുന്നുണ്ട്. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇല്ലാത്ത മഴ പെട്ടെന്ന് അവരെ പോകാൻ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ നല്ല പെരും മഴയാണ് കേട്ടോ, ജോറായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വല്യമ്മേനൊക്കെ വിളിച്ചപ്പോൾ അവരെനിക്ക് അവിടുത്തെ വീഡിയോ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഇതിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചൂരമ്മല സ്കൂളും പിന്നെ ബെയിലി പാലൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ന്യൂസിലൊക്കെ കണ്ടിട്ട്. അപ്പം ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ബെയിലി പാലത്തിൻ്റെ അടിയിലൂടെ ഈ ഒരു നീരൊഴുക്കിൽ വെള്ളം പോകുന്നും ഇത്രയ്ക്ക് മാത്രം വെള്ളം വരുന്നു എന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു എന്താ പറയുക, ഒഴുകാൻ മാത്രം ഉണ്ടായോന്നൊന്നും, മണ്ണ് വാരുകയെന്നൊക്കെ ന്യൂസിൽ കണ്ടിരുന്നു. പിന്നെ അവർ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മണ്ണ് വാരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു നീരൊഴുക്കിൽ വെള്ളം വരുന്നൊന്നും നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അവിടുത്തുകാർ തന്നെ പറയുന്നുണ്ട് അവരൊന്നും ഉറങ്ങിയിട്ടില്ല മഴ പെയ്തപ്പോൾ തൊട്ട്. കാരണം ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ തന്നെ പേടിയായിരുന്നു എന്നൊക്കെ ഈ മഴ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അവരെ വിളിക്കുന്നുണ്ട് കേട്ടോ. വലിയമ്മേനൊക്കെ അവിടെ നിൽക്കാണ്ട് അങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാരണം ഒരു വട്ടം നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അവിടെ കറണ്ട് ഇല്ല, പിന്നെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എന്താ പറയുക, അങ്ങോട്ടേക്ക് ഒരു കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമല്ലല്ലോ. അപ്പോൾ അവർ വൈകാതെ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ വേഗം ചോറ് കഴിച്ചു കേട്ടോ. ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഞാനും ചിക്കും കൂടെ നല്ല മഴയത്ത് നല്ല സുഖമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കട്ടും കുടിച്ചു കേട്ടോ വൈകുന്നേരം. പിന്നെ അതിൻ്റെ പുറമെ തന്നെ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നിയിട്ട് പിന്നെ ഹോർലിക്സ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ലേശം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അമ്മ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി. അതിന് പുറമെ അമ്മയ്ക്ക് പെട്ടെന്നൊരു പൂതി ചെറുപയർ പായസം ഉണ്ടാക്കാതെ. അങ്ങനെ അപ്പം നമ്മൾ ചെറുപയർ പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലാവസ്ഥ ഭയങ്കര ഒരു ഇരുട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വെളിച്ചം അങ്ങനെയൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറമെ ചക്കപ്പുഴുക്ക് പകുതി പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ അത് ഒന്ന് വറവിട്ടാലും കൂടെ മതി. അത് പിന്നെ തിന്നാൻ നേരത്തെ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറവിടാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളത് കഴിഞ്ഞപ്പോൾ കുറച്ച് പായസം എടുത്ത് കുടിച്ചു കേട്ടോ. അതിൻ്റെ പുറമെ നല്ല മഴയാണ്. മഴയത്ത് നല്ല ചൂട് പായസം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെയും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയ സമയത്ത് നമുക്ക് വേറൊരു പണിയില്ല. അപ്പോൾ കുറച്ച് നേരം ഗെയിം കളിച്ചു കേട്ടോ ഞാനും കണ്ണനും കൂടെ. ആദ്യം ഞങ്ങളൊന്ന് തുടങ്ങി വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കളിച്ചു കേട്ടോ. അത് പകുതി ആയപ്പോൾ തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ വൈകിക്കാൻ നിന്നില്ല. വേഗം നമ്മൾ ചോറ് വിളമ്പിട്ടോ. ചൂടനെ ചോറും കഴിച്ചിട്ട് വേഗം കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചോറ് വിളമ്പി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കുവിന് ചോറും കൂടെ കൊടുക്കുന്നുണ്ട്. അവന് നെയ്ച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാ ചോറ് കഴിച്ചില്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യുക എന്നിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഈ അടുത്ത് അമ്മേൻ്റെ മുടിയൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ നന്നായിട്ട് കയറ്റി വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ കുറേ ആയി ലക്ഷ്യം വെക്കുന്നു കുറച്ചധികം ഒന്ന് കയറ്റി വെട്ടണമെന്ന്. അപ്പോൾ അമ്മേൻ്റെ ദൗത്യം വിജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ അങ്ങനെ കുശുമ്പൂത്തിക്കൊണ്ടാണ് ഞാനിങ്ങനെ മുടി ഇങ്ങനെ കെട്ടുന്നത്. കാരണം എനിക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.